നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം നിർണായക ചുവടുവെപ്പിൽ. കരയിലൂടെ എത്തിച്ച ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. സംസ്ഥാനത്തിന്റെ വികസന കവാടം തുറന്നുവെന്ന് മുഖ്യമന്ത്രി. കേന്ദ്രമന്ത്രിസഭാ പുനഃസംഘടനയുടെ പശ്ചാത്തലത്തിൽ മന്ത്രി സർബാനന്ദ സോനോവാൾ എത്തിയില്ല. ചടങ്ങിൽ നിന്നും വിട്ടുനിന്ന് മേയർ വി രാജേഷും രാജീവ് ചന്ദ്രശേഖർ MLAയും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ. പെൻഷൻ ഒരു മാസവും മുടങ്ങില്ലെന്നും ഓണക്കിറ്റ് വിതരണം മുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിന് 18.16 ഏക്കർ ഭൂമി നൽകാനും മന്ത്രിസഭാ തീരുമാനം. നീറ്റ് പ്രതിഷേധത്തിലെ പോലീസ് അതിക്രമം, ലൈംഗികാതിക്രമ പരാതികൾ എന്നിവ പരിശോധിക്കാൻ ഉന്നതതല സമിതി. മുൻ സുപ്രീം കോടതി ജഡ്ജി അധ്യക്ഷനാകും. പോലീസിലെയും CBIയിലെയും വിരമിച്ച ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സമിതിയിൽ. ഉത്തരവ് നാളെ പുറത്തിറക്കും. CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ. കോതമംഗലം MA കോളേജിലെ സമരം പിൻവലിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് മാനേജ്മെന്റ്. മിച്ചി മർപ്പുവിന്റെ മരണത്തിൽ ആഭ്യന്തര അന്വേഷണം നടത്തും. അന്വേഷണം കഴിയും വരെ HODയെ മാറ്റി നിർത്തും. മാസപ്പടി കേസിൽ മൂന്നാം തവണയും ED പരിശോധന തുടരുന്നു. കോഴിക്കോട് 6 ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായി. നിഖിൽ, ഷൈജൽ എന്നിവരുടെ വീടുകളിൽ പരിശോധന തുടരുന്നു. റെയ്ഡ് രാഷ്ട്രീയ പ്രേരിതമെന്ന് CPM. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മലയാളി താരങ്ങളായ സ്പ്രിന്റർ മുഹമ്മദ് അജ്മൽ, ബാഡ്മിന്റൺ താരം ട്രീസ ജോളി എന്നിവരുൾപ്പെടെ 17 പേർക്ക് അർജുന, ധ്യാൻ ചന്ദ് ഖേൽ രത്ന പുരസ്കാരത്തിന് ആരും അർഹരായില്ല. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ. പെൻഷൻ ഒരു മാസവും മുടങ്ങില്ലെന്നും ഓണക്കിറ്റ് വിതരണം മുടങ്ങിയിട്ടില്ലെന്നും മുഖ്യമന്ത്രി. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഷിപ്പ് ബ്ലോക്ക് നിർമ്മാണത്തിന് 18.16 ഏക്കർ ഭൂമി നൽകാനും മന്ത്രിസഭയുടെ തീരുമാനം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 59,472 ഗുണഭോക്താക്കൾക്കായിട്ട് സംസ്ഥാന വിഹിതമായി 951 കോടി 40 ലക്ഷം അനുവദിച്ചു. ഗുണഭോക്താക്കൾ 59,472. സ്റ്റേറ്റ് ഷെയറാണ് 951 കോടി 40 ലക്ഷം അനുവദിച്ചത്. ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷൻ സർക്കാരിൻ്റെ ധനസഹായത്തോടുകൂടി പെൻഷൻ നൽകുന്ന 16 ബോർഡുകളിലെ 6.59 ലക്ഷം ഗുണഭോക്താക്കൾക്കായി 130 കോടി 32 ലക്ഷം അനുവദിച്ചു. ഇനി ദേശീയ സാമൂഹ്യ സഹായ പദ്ധതി വാർദ്ധക്യ, ഭിന്നശേഷി, വിധവ പെൻഷനുകളിലെ 8,46,456 പേർക്കുള്ള വിഹിതം കേന്ദ്ര സംസ്ഥാന വിഹിതമായിട്ടുള്ള 24.76 കോടി രൂപ അനുവദിച്ചു. ഓഗസ്റ്റ് 19 മുതൽ വിതരണം ആരംഭിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും പ്രഖ്യാപിച്ചു. 630 കോടി 5 ലക്ഷം രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ കുടിശ്ശിക നേരത്തെ ഒരു 10 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടായിരുന്നു. 24 കോടി രൂപ കൂടി അനുവദിച്ചു. ഈ ജൂലൈ 31 വരെയുള്ള മുഴുവൻ കുടിശ്ശികയും അവരുടെ മുഴുവൻ കുടിശ്ശികയും കൊടുത്തു തീർക്കുകയാണ്. ഇപ്പോൾ ആകെ കൊടുത്തിരിക്കുന്നത് 34 കോടി രൂപയാണ്. അംഗൻവാടി പെൻഷൻകാരുടെ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നത് വലിയ ഡിമാൻഡായിരുന്നു. അതുപോലെ ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ്, 20,000 രൂപ ഓണം അഡ്വാൻസ്. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3,000 രൂപ ഉത്സവ ഭത്ത. പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാർക്ക് 6,000 രൂപ അഡ്വാൻസ്. സർവീസ് പെൻഷൻകാർക്ക് 1,250 രൂപ ബോണസ്. ആശാ അംഗൻവാടി പ്രവർത്തകർക്ക് 1,450 രൂപ ഉത്സവ ഭത്ത. പിന്നോക്ക വിഭാഗ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. മുൻ സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക തീർക്കുന്നതിനായി 84 ദിവസത്തിനും 310 കോടി രൂപ അനുവദിച്ചു. പിന്നോക്ക വിഭാഗക്കാരുടെ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ആയിരുന്നു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വ്യാപാര വ്യവസായ ലോകത്തേക്കുള്ള വാതിൽ തുറന്നതായി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. തുറമുഖം വഴിയുള്ള സമ്പൂർണ്ണ ചരക്ക് കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം
മുഖ്യമന്ത്രി നിർവഹിച്ചു. സർക്കാരിന്റെ മിഷൻ സമുദ്ര പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മേയർ വി രാജേഷ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ MLA എന്നിവർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ പ്രധാന പങ്കുവഹിക്കാൻ പോകുന്ന വിഴിഞ്ഞം തുറമുഖം എക്സിം സമ്പൂർണ്ണ പ്രവർത്തനങ്ങൾക്കാണ് മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്തത്. സംസ്ഥാനത്തിന്റെ വികസന ചരിത്രത്തിലേക്കുള്ള പ്രധാന മുന്നേറ്റമാണിതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. 6 ഭൂഖണ്ഡങ്ങളിലെ രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് വിഴിഞ്ഞം വഴി കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യാൻ കഴിയും. റോഡ് കണക്ടിവിറ്റി കഴിഞ്ഞ 10 വർഷം കൊണ്ട് ചെയ്തു തീർത്തിരുന്നെങ്കിൽ പ്രയോജനം 100 ഇരട്ടിയാകുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ലോഗോ പ്രകാശനവും പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. സംസ്ഥാനത്തെ ഒരു മാരിടൈം സിറ്റിയാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു ട്രാൻസ്ഷിപ്മെൻറ്റും ഇല്ലാതെ, ഒരു പോർട്ടിലും പോകാതെ ഏത് സാധനവും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ലോകത്തിലെ ഏത് തുറമുഖത്തേക്കും കയറ്റി അയക്കാം. 6 ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങളിലെ 100 കണക്കിന് തുറമുഖങ്ങളിലേക്ക് ഇവിടെ നിന്ന് കയറ്റുമതിയും കുറച്ച് കഴിയുമ്പോൾ ഇറക്കുമതിയും ആരംഭിക്കും. നമുക്ക് ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് വിഴിഞ്ഞത്തുള്ളത്. ഇന്ത്യയിൽ ഒരു തുറമുഖത്തിനും ഇതുവരെ സാധ്യമാകാത്ത ഓട്ടോമാറ്റിക് സിസ്റ്റം, ആൽഗരിതം ഡ്രിവണായിട്ടുള്ള കയറ്റിറക്കുമതി സംവിധാനമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം കൂടിയാണ് വിഴിഞ്ഞം തുറമുഖം എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയുടെ ഗേറ്റ്വേ ആണ് വിഴിഞ്ഞമെന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വ്യാവസായിക വളർച്ചയ്ക്ക്, വ്യാപാര വളർച്ചയ്ക്ക്, അതുണ്ടാക്കുന്ന നമ്മുടെ ജനങ്ങളുടെ ജീവിതത്തിൽ, സാധാരണക്കാരുടെ ജീവിതത്തിൽ അതുണ്ടാക്കുന്ന വ്യത്യാസത്തിന് ഒരു വലിയ കുതിപ്പ് ഉണ്ടാക്കുന്ന നിമിഷം. കരമാർഗം എത്തിച്ച നിലമേൽ കമ്പനിയുടെ ഭക്ഷണ സാധനങ്ങളും മറ്റൊരു കമ്പനിയുടെ ക്ലേ ഉൽപ്പന്നങ്ങളും അടങ്ങിയ കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് നിന്നും ആദ്യമായി കയറ്റുമതി ചെയ്തത്. അതേസമയം ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ, മേയർ VV രാജേഷ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, രാജീവ് ചന്ദ്രശേഖർ MLA തുടങ്ങിയവർ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നു. എക്സിം ഓപ്പറേഷൻ പൂർണ്ണമായും ആരംഭിച്ചതിലൂടെ തുറമുഖ വ്യാപാര രംഗത്ത് ലോകത്തിന് വലിയൊരു വാതിലാണ് വിഴിഞ്ഞം തുറന്നിടുന്നത്. സംസ്ഥാനത്തിന് വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടത്തിനും ഇത് വഴിവെക്കും. ക്യാമറമാൻ ജോസിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ നടന്ന സമരത്തിലുണ്ടായ സംഘർഷം അന്വേഷിക്കാൻ പ്രത്യേക സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻ സുപ്രീം കോടതി ജഡ്ജിയും വിരമിച്ച DGPയും ഉൾപ്പെടുന്നതായിരിക്കും സമിതി. ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ നടന്ന വിദ്യാർത്ഥി സമരത്തിലുണ്ടായ സംഘർഷത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. മുൻ സുപ്രീം കോടതി ജഡ്ജിയും വിരമിച്ച പോലീസ് CBI ഉദ്യോഗസ്ഥരെ കൂടി ഉൾപ്പെടുത്തിയാകും സമിതി രൂപീകരിക്കുക. ഇതു സംബന്ധിച്ച് വിശദമായ ഉത്തരവ് കോടതി നാളെ പുറത്തിറക്കും. സമരത്തിന് നേരെ ക്രൂരമായ പോലീസ് നടപടിയും ലൈംഗിക അതിക്രമവും ഉണ്ടായി എന്ന് കാണിച്ച ഹർജികളും, സമരക്കാരുടെ അക്രമത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത് ചൂണ്ടിക്കാട്ടിയ ഹർജികളും കോടതിക്ക് മുൻപിലുണ്ട്. ഇത്തരത്തിലുള്ള മുഴുവൻ പരാതികളും പ്രത്യേക സമിതി പരിശോധിക്കും. അടിയന്തര ഘട്ടത്തിൽ ആവശ്യമെങ്കിൽ സമിതിക്ക് ഇടക്കാല ഉത്തരവ് കോടതിയിൽ സമർപ്പിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി. സമാനമായ ഹർജിയിൽ ഡൽഹിയിൽ CJP സമരത്തിൽ അമിത ബലപ്രയോഗം നടത്തിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ അറിയിച്ചു. ബാരിക്കേഡ് തകർത്ത് പാർലമെന്റ് മാർച്ച് അക്രമാസക്തമായതോടെയാണ് സമരക്കാരെ നിയന്ത്രിച്ചതെന്നും ഡൽഹി പോലീസ് കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആണിവെച്ച വടി ഉപയോഗിച്ചടിച്ചത് സമരക്കാരാണെന്നും ചട്ടങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഫേസ് ഡിറ്റക്ഷൻ സംവിധാനം ഉപയോഗിച്ചതെന്നും ഡൽഹി പോലീസ് വ്യക്തമാക്കി. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കോതമംഗലം MA കോളേജിലെ വിദ്യാർത്ഥി സമരം പിൻവലിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ മാനേജ്മെന്റ് അംഗീകരിച്ചതോടെയാണ് സമരം പിൻവലിച്ചത്. HODയെ മാറ്റുമെന്ന് ഉറപ്പു നൽകിയതായി വിദ്യാർത്ഥികൾ അറിയിച്ചു. അരുണാചൽ പ്രദേശ് സ്വദേശി മിച്ചി മാർപ്പുവിന്റെ മരണത്തിൽ കോളേജ് അധികൃതർ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചത്. കോൺഗ്രസ്
കോൺഗ്രസ് വീണ്ടും വന്ദേ മാതരത്തെ അപമാനിച്ചതായി BJP. ഗോവയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ സാന്നിധ്യത്തിൽ വന്ദേ മാതരം പകുതി മാത്രമാണ് പാടിയതെന്നും ലീഗിന്റെ സമ്മർദ്ദമാകാം കാരണമെന്നും BJP നേതാവ് രവിശങ്കർ പ്രസാദ് പ്രതികരിച്ചു. ഗാന്ധിയും നെഹ്റുവും ആലപിച്ച ഭാഗമാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്നും അത് കുറ്റമാണെങ്കിൽ ഗാന്ധിക്കും നെഹ്റുവിനുമെതിരെ കേസ് കൊടുക്കട്ടെയെന്നും മല്ലികാർജ്ജുൻ ഖർഗെ പ്രതികരിച്ചു. സ്വാതന്ത്ര്യദിനത്തിൽ കോൺഗ്രസ് ആസ്ഥാനത്ത് വന്ദേമാതരം പൂർണ്ണമായും പാടുകയും സോണിയാഗാന്ധി അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്ന പരാതിയും വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിറകെയാണ് കോൺഗ്രസ് വീണ്ടും വന്ദേമാതരത്തെ അപമാനിച്ചുവെന്ന് BJP ആരോപിക്കുന്നത്. ഗോവയിലെ കോൺഗ്രസ് കൺവെൻഷനിൽ വന്ദേമാതരം പകുതി പാടി അവസാനിപ്പിച്ചുവെന്ന് BJP നേതാവ് രവിശങ്കർ പ്രസാദ് ചൂണ്ടിക്കാട്ടി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ സാന്നിധ്യത്തിലായിരുന്നു 2 ചരണങ്ങൾ മാത്രം ആലപിച്ച് വന്ദേമാതരം നിർത്തിയതെന്നും ലീഗിന്റെ സമ്മർദ്ദമാകാം ഇതിന് കാരണമെന്നും രവിശങ്കർ പ്രസാദ് പറഞ്ഞു. If this is what the Congress party is doing to the great national song Vande Mataram, then you better stop claiming monopoly as the custodian of freedom movement. എന്നാൽ ഗോവയിൽ താൻ പങ്കെടുത്ത വേദിയിൽ ആലപിച്ചത് ഗാന്ധിജിയും നെഹ്റുവും ആലപിച്ച ഭാഗമാണെന്നും അത് കുറ്റമാണെങ്കിൽ ഗാന്ധിക്കും നെഹ്റുവിനുമെതിരെ കേസ് കൊടുക്കട്ടെ എന്നും മല്ലികാർജ്ജുന ഖാർഗെ പ്രതികരിച്ചു. कंप्लेंट वो क्या फाइल करी? जो महात्मा गांधी जी वंदे मातरम गाते वही मैं गया, जो जवाहरलाल नेहरू गए थे वही गा. अब तक 18 साल तक उन्होंने जो गाया ऐसे उनकी सेंट्रल गवर्नमेंट वाजपेयी ने जो गाया वही गाया मैं. ഇപ്പോൾ ബഹളം വയ്ക്കുന്നവർ ജനിക്കുന്നതിന് മുൻപേ ഇക്കാര്യങ്ങളിൽ തീരുമാനമായതാണെന്നും രാജ്യത്തിനായി ഏതൊക്കെ ദേശീയ ഗാനങ്ങൾ സ്വീകരിക്കണമെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് പ്രമേയം പാസാക്കിയിരുന്നതായും ഖാർഗെ പറഞ്ഞു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നിയമസഭാ കയ്യാങ്കളി കേസിൽ CPM-ന് തിരിച്ചടി. വനിതാ MLA-മാരായിരുന്നവരെ കയ്യേറ്റം ചെയ്ത കേസ് റദ്ദാക്കി. UDF MLA-മാരായിരുന്ന ശിവദാസൻ നായർ, ഡൊമിനിക് പ്രസന്റേഷൻ, MA വാഹിദ്, AT ജോർജ് എന്നിവരെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കുകയായിരുന്നു. സ്ത്രീത്വത്തെ അപമാനിക്കൽ അടക്കമുള്ള കുറ്റങ്ങൾ നിലനിൽക്കില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. നാട്ടിക മുൻ MLA ഗീതാ ഗോപിയാണ് പരാതിക്കാരി. ഇതോടെ നിയമസഭാ കയ്യാങ്കളി കേസിൽ ഇനിയൊരു കേസ് മാത്രമാണ് നിലനിൽക്കുക. ഇടത് MLA-മാർ വിചാരണ നേരിടേണ്ടി വരും. ഈ കേസ് അടുത്ത മാസം 16-ന് തിരുവനന്തപുരം CJM കോടതി പരിഗണിക്കും. ദേശീയ കായിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. അർജുന പുരസ്കാരത്തിൽ മലയാളി തിളക്കം V. മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി ഉൾപ്പെടെ 17 പേർക്കാണ് അർജുന പുരസ്കാരം പ്രഖ്യാപിച്ചത്. ഫുട്ബോൾ താരം അരുമനായകത്തിന് സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരവും ലഭിച്ചു. 2025 ദേശീയ കായിക പുരസ്കാരങ്ങളാണ് കേന്ദ്ര കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചത്. മുഹമ്മദ് അജ്മൽ, ട്രീസ ജോളി എന്നീ 2 മലയാളികളടക്കം 17 താരങ്ങൾക്ക് അർജുന പുരസ്കാരം ലഭിച്ചു. ബാഡ്മിൻ്റൺ താരം ട്രീസ ജോളി 2022 കോമൺവെൽത്ത് ഗെയിംസിൽ ഇരട്ട മെഡലുകൾ നേടിയിട്ടുണ്ട്. അത്ലറ്റ് മുഹമ്മദ് അജ്മൽ 2023 ഏഷ്യൻ ഗെയിംസിൽ 400 റിലേയിൽ സ്വർണം നേടിയ ഇന്ത്യൻ ടീമിൽ അംഗമായിരുന്നു. മിക്സഡ് റിലേയിൽ വെള്ളിയും സ്വന്തമാക്കിയിരുന്നു. ചെസ് താരം വിദിത് സന്തോഷ്, ദിവ്യ ജിതേന്ദ്ര ദേശ്മുഖ്, ഹോക്കി താരങ്ങളായ ലാൽ റംസിയാമി, രാജ്കുമാർ പാൽ, കബഡി താരങ്ങളായ സുർജിത്ത്, പൂജ എന്നിവർക്കും അർജുന പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കായിക രംഗത്തെ സമഗ്ര സംഭാവനകൾ കണക്കിലെടുത്തു നൽകുന്ന ലൈഫ് ടൈം അവാർഡിന് ഫുട്ബോൾ താരം A. അരുമനായകം അർഹനായി. അത്ലറ്റിക് കോച്ച് പർവീർ സിംഗ്, ബോക്സിംഗ് കോച്ച് ചോട്ടേലാൽ യാദവ്, ഷൂട്ടിംഗ് കോച്ച് നോഹ നന്ദകുമാർ ചവാൻ എന്നിവർക്ക് ദ്രോണാചാര്യ പുരസ്കാരവും ലഭിച്ചു. സുപ്രീം കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര അധ്യക്ഷനായ സെലക്ഷൻ കമ്മിറ്റിയാണ് പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുത്തത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. മാസപ്പടി കേസിൽ കോഴിക്കോടടക്കം 8ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. 6ഇടങ്ങളിലെ പരിശോധന പൂർത്തിയായിട്ടുണ്ട്. 2ഇടത്ത് പരിശോധന തുടരുകയാണ്. നിഖിൽ, ഷൈജൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന തുടരുന്നത്. മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തിന്റെ വീട്ടിൽ നടത്തിയ ED റെയ്ഡ് പുകമറ സൃഷ്ടിക്കാനുള്ള ബോധപൂർവമായ ശ്രമമെന്ന് MV ഗോവിന്ദൻ ആരോപിച്ചു. റെയ്ഡ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചാണെന്നും പാർട്ടി നേതാക്കളെ സംശയമുനയിൽ നിർത്താനാണെന്നും രാഷ്ട്രീയമായി എതിർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് പുകമറ സൃഷ്ടിച്ച് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരെ ഭീതിജനകമായ ഒരു അന്തരീക്ഷത്തിൽ ആക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ഗവൺമെൻറ് നിലപാടാണ്. യാതൊരു അടിസ്ഥാനമില്ലാതെയാണ് റെയ്ഡ് നടത്തുന്നത്. മാധ്യമങ്ങളിലൂടെ തെറ്റായ വാർത്തകളാണ്, പ്രചരണങ്ങളാണ് അഴിച്ചുവിടുന്നത്.
അപ്പോൾ സ്വാഭാവികമായ റെയ്ഡ് എന്ന് പറയുമ്പോൾ ജനങ്ങൾ വിചാരിക്കുക എന്തോ ഒരു കുറ്റ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനയാണ് ഇത് എന്നാണ്. പാർട്ടി നേതാക്കളെ ജനങ്ങൾക്കിടയിൽ നിന്നും സംശയത്തിൻ്റെ നിഴലിൽ നിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള EDയുടെ നേരത്തെയെല്ലാം തുടർന്നു വന്ന നയത്തിൻ്റെ ഒരു തുടർച്ചയിലാണ് നമുക്കിതിനെ കാണാനാവുക. ഇതിനെ തുറന്നു കാട്ടി മുന്നോട്ട് പോകണം. ഇത്തരം നടപടികളെല്ലാം നേരിട്ടുകൊണ്ടാണ് പാർട്ടി യഥാർത്ഥത്തിൽ മുന്നോട്ടേക്ക് പോയിട്ടുള്ളത്. ഇനിയും ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ടേക്ക് പോകും. മുതിർന്ന IPS ഉദ്യോഗസ്ഥനും DGPയുമായ ശ്രീജിത്തിനെതിരായ വിജിലൻസ് അന്വേഷണ പരാതിയിൽ കോടതി ഉത്തരവുകൾ പാലിക്കാത്തതിനെ തുടർന്ന് ആഭ്യന്തര വിജിലൻസ് വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി മിൻഹാജ് ആലം IASനോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി ഉത്തരവ്. ജസ്റ്റിസ് A ബദറുദ്ദീനാണ് വ്യാഴാഴ്ച കോടതിയിൽ നേരിട്ട് ഹാജരാകാൻ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയത്. ശ്രീജിത്തിനെതിരായ പരാതിക്കാരന്റെ ആരോപണങ്ങൾ വ്യാജവും അടിസ്ഥാനരഹിതവുമാണ് എന്ന് കാണിച്ച് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി സമർപ്പിച്ച റിപ്പോർട്ട് ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിലാണ് ഹൈക്കോടതിയുടെ സുപ്രധാന നടപടി. ആലപ്പുഴ കരുവാറ്റയിലെ വയോധികന്റെ കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ കൃത്യമെന്ന് ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ്. പ്രതികളിൽ ഒരാൾ പെൺകുട്ടിയുടെ സുഹൃത്താണ്. ഈ സുഹൃത്ത് കൂട്ടുകാരായ 2 പേരുമായി ചേർന്ന് കൊലപാതകം നടത്തി. ആദ്യഘട്ടത്തിൽ തന്നെ കുട്ടിയെ സംശയിച്ചിരുന്നു. കൊല്ലപ്പെട്ടയാൾ തന്നെ ബാഡ് ടച്ച് ചെയ്തെന്ന് പെൺകുട്ടി ആൺ സുഹൃത്തിനോട് പറഞ്ഞിരുന്നു. കൃത്യം നടത്തിയവർ +1, +2 വിദ്യാർത്ഥികളാണെന്നും മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്നും ജില്ലാ പോലീസ് മേധാവി വ്യക്തമാക്കി. അതായത് 16-ന് പുലർച്ചെ 15 നൈറ്റ് ആ ഒരു ടൈമിലാണ് ആ സമയത്ത് തന്നെയാണ് മരണം. ഇപ്പൊ പോസ്റ്റ്മോർട്ടം കൂടെ കഴിഞ്ഞപ്പോൾ നമുക്ക് ഏകദേശം സ്മോദറിംഗ് ആണ് മരണകാരനായിട്ട് മനസ്സിലാവുന്നത്. അല്ല, റിവെഞ്ച് സ്റ്റോറി അങ്ങനെയല്ല പറഞ്ഞത്. അതായത് പെൺകുട്ടി ഇതുപോലെ കാമനോട് പറയുമ്പോൾ എന്നെ ബാഡ് ടച്ച് ചെയ്തു എന്നുള്ള രീതിയിൽ ഇതുകൂടെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇയാളെ കൊല്ലണം എന്നുള്ളൊരു വാശി ആ കുട്ടി പ്രകടിപ്പിക്കുന്നുണ്ട്. അത് നമ്മൾ അന്വേഷണത്തിൽ വെരിഫൈ ചെയ്തുകൊണ്ട് വരികയാണ്. പെൺകുട്ടി തന്നെയാണ് കാമനോട് ഇയാളെ കൊല്ലണമെന്നും വീട്ടിൽ നിന്ന് ഈ സ്വർണ്ണം എടുക്കാമെന്നും പറയുന്നത്. ഇപ്പൊ അത് 4.5 ഗ്രാംസ് അല്ലേ, 4.5 ഗ്രാംസിന്റെ സ്വർണ്ണം നമ്മൾ റിക്കവർ ചെയ്തു. ക്യാഷ് അല്ല, ഗോൾഡ് ആണ് ഇപ്പൊ റിക്കവർ ചെയ്തത്. പവൻ സോറി. ലഹരിക്കേസിൽ കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായതിൽ കടുത്ത ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അറസ്റ്റിലായതോടെ തൂഫാൻ ഒതുങ്ങിയെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏത് സമയത്തും കടന്നു ചെല്ലാൻ കഴിയാവുന്ന ആളാണ് കാസർകോട്ടെ ലഹരിക്കേസ് പ്രതി. അറസ്റ്റിലാകുന്നതിന് തൊട്ടു മുൻപ് വരെ ഇയാൾക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ടായിരുന്നു. രാജ്യാന്തര ബന്ധമുള്ള ലഹരിക്കേസായിട്ടും പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയില്ല. സ്വന്തക്കാരെ തൊട്ടാൽ ഏത് തൂഫാനും കെട്ടടങ്ങുമെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. അടുപ്പക്കാർ കുടുങ്ങിയതോടുകൂടി കൊട്ടിഘോഷിച്ച് ആരംഭിച്ച ഓപ്പറേഷൻ തൂഫാൻ കെട്ടടങ്ങുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങി വരുന്നത്. മുഖ്യമന്ത്രി VD സതീശൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും പെരുമ്പാവൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവുമായ മുഹമ്മദ് ഹുസൈനും സംഘവും പിടിയിലായതോടെ തൂഫാൻ പദ്ധതി നിലക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലേക്ക് രാസലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്ന സംഘത്തിലെ പ്രമുഖ കണ്ണിയാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അധികാരത്തിൻ്റെ മറവിലും സംരക്ഷണത്തിലുമാണ് ലഹരിക്കടത്ത് നടന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും വീട്ടിലേക്കും ഏതു സമയത്തും കടന്നു പോകാൻ അവകാശമുണ്ടായിരുന്ന, അധികാരമുണ്ടായിരുന്ന ഒരാളാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രതി എന്നത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. ജയിലിൽ കഴിയുന്ന പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും PTI പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാനെ ഉടൻ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റാൻ സുപ്രീം കോടതിയുടെ ഉത്തരവ്. അടിയാല ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യനില വഷളാകുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടിയും തുടർച്ചയായി ആശങ്ക ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് നിർണായക ഉത്തരവ്. 48 മണിക്കൂറിനകം ഇമ്രാൻഖാനെ ഇസ്ലാമാബാദിലെ ഷിഫ ഇന്റർനാഷണൽ ആശുപത്രിയിലേക്ക് മാറ്റാനും 1 മാസം അവിടെ ചികിത്സയിൽ തുടരാനും സുപ്രീം കോടതി ഉത്തരവിട്ടു. ഓരോ ആഴ്ചയും അദ്ദേഹത്തിന് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്താനുള്ള അനുമതിയും കോടതി നൽകി. ഇമ്രാൻഖാന്റെ ഡോക്ടറും അദ്ദേഹത്തിന്റെ സഹോദരിയുമായ ഡോക്ടർ ഉസ്മ ഖാനെയും ഉൾപ്പെടുത്തി പ്രത്യേക മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് ആരോഗ്യം വിലയിരുത്താനും കോടതി ഉത്തരവിൽ പറയും.
മഞ്ചേശ്വരത്ത് പുത്തികെ ഗ്രാമപഞ്ചായത്തിലെ ഉറുമിയിൽ കരാറുകാരന്റെ അനാസ്ഥയിൽ പാലം പണി നിലച്ചതോടെ ദുരിതത്തിലായത് 100 കണക്കിന് കുടുംബങ്ങളാണ്. ബസ് അടക്കം കടന്നുപോകുന്ന പാതയിലാണ് മാസങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലച്ചത്. കടുത്ത യാത്രാ ദുരിതം നേരിടുന്ന പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ്. പുത്തികെ ഉറുമിയിൽ തോടിന് കുറുകെയുള്ള പഴയ പാലം പൊളിച്ചു നീക്കിയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണമാണ് ഇഴഞ്ഞു നീങ്ങുന്നത്. ഇത് പ്രദേശവാസികളെ വലിയ ദുരിതത്തിലാക്കിയിട്ട് മാസങ്ങളായി. ബസ്സടക്കമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന ഉറുമി പ്രദേശത്ത് നിലവിൽ നാട്ടുകാർ കുത്തിയൊഴുകുന്ന തോട് കടക്കുന്നത് താൽക്കാലികമായി ഉണ്ടാക്കിയ മാർഗത്തിലൂടെയാണ്. എന്നാൽ മഴക്കാലമായതിനാൽ സ്കൂൾ കുട്ടികളടക്കം ഇതുവഴി കടന്നുപോകുന്നത് പ്രദേശവാസികളുടെ നെഞ്ചിടിപ്പുയർത്തുകയാണ്. നമുക്കിപ്പോൾ കളക്ടർ 5-6 ദിവസം ലീവ് കൊടുത്തത് ശരിക്കും നമ്മളെ ഉറുമിയിലെ പ്രദേശ നിവാസികൾക്ക് വളരെ ഉപകാരമായിരുന്നു. കാരണം ഈ ചെറിയ പാലത്തിൽ കൂടിയാണ് കുട്ടികൾ, വൃദ്ധന്മാർ, അതുപോലെ തന്നെ ആൾക്കാരെല്ലാം സ്ത്രീകളടക്കം പോകുന്ന ആകെയുള്ള ഇപ്പോൾ ഒരു വഴി ഇതാണ്. അതും ചിലപ്പോൾ ഉപദ്രവിച്ച് ആ രീതിയിലാണ് ഉള്ളത്. ഒരുപാട് സ്കൂൾ വാനുകളും വണ്ടികളെല്ലാം ഇവിടെ വന്ന് നിർത്തി കുട്ടികളെ ഇറക്കി അപ്പുറത്തുനിന്ന് ഉമ്മമാരൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പഴയ പാലം തകർന്നതോടെ ജില്ലാ വികസന പാക്കേജിൽ നിന്ന് അനുവദിച്ച 3.5 കോടി രൂപ ചെലവിലാണ് ഇവിടെ പുതിയ പാലത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 3 മാസത്തിനകം പുതിയ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ കമ്പനി നൽകിയിരുന്ന ഉറപ്പ്. പഴയ പാലം പൊളിച്ചു മാറ്റുന്ന ആ ദിവസം ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് പറഞ്ഞ 3 മാസം കൊണ്ട് ഞങ്ങൾ ഈ പുതിയ പാലം പണി പൂർത്തീകരിച്ചു തരുന്നതാണ് പറഞ്ഞത്. പക്ഷേ അവർ പഴയ പാലം പൊളിച്ചു മാറ്റി ഏകദേശം 1 മാസം ഈ ഭാഗം വരാതിരുന്നു അവർ. അങ്ങനെ പിന്നെ ഞങ്ങളെ രാഷ്ട്രീയ സമിതി MLA മുഖാന്തരം ബന്ധപ്പെട്ടിട്ടാകും ഇവർ വന്ന് ഈ രൂപത്തിലാക്കി പോയി. ഉറുമി തോടിന് കുറുകെ 30 മീറ്റർ നീളമുള്ള പാലം നിർമ്മാണത്തിലാണ് മാസങ്ങളായി അനാസ്ഥ തുടരുന്നത്. അമൃത ന്യൂസ്, കാസർഗോഡ്. 10 വർഷത്തിനു ശേഷം ആദ്യമായി വിലക്കയറ്റത്തിൽ വലയുന്ന ഓണമാണ് മലയാളികൾ അനുഭവിക്കുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നിട്ടും വില നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടുന്നില്ല. കാര്യക്ഷമമായ വിപണി ഇടപെടൽ നടത്തുന്നില്ലെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. ഒരു ഓണക്കാലമാണ് മലയാളി അനുഭവിക്കുന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ വില അനിയന്ത്രിതമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും നിലപാട് പ്രതിസന്ധി പരിഹരിക്കാൻ UDF ഗവൺമെൻറ് കൈകാര്യം ചെയ്യുന്നില്ല. അരിയും പഞ്ചസാരയും പച്ചക്കറികളും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളെല്ലാം, അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ദിനംപ്രതി ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെയും വില, പാചകവാതക വില വർധനവിൻ്റെ നിലം തൊടാത്ത സാഹചര്യത്തിലും മറ്റെല്ലാം സാധനത്തിൻ്റെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് അതിൻ്റെ ഭാഗമായിട്ട് കുടുംബ ബഡ്ജറ്റുകളെല്ലാം താളം തെറ്റുകയാണ്. സർക്കാരിൻ്റെ വിപണി ഇടപെടൽ കുറഞ്ഞതാണ് വില കുത്തനെ കയറുന്നതിനിടയാക്കിയത്. നെഹ്റു ട്രോഫി വള്ളംകളി പോസ്റ്ററിൽ കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ചിത്രവും പേരും ഒഴിവാക്കി ആലപ്പുഴ ജില്ലാ ഭരണകൂടം പുറത്തുവിട്ട പോസ്റ്ററിൽ MPയുടെ പേരോ ചിത്രമോ ഇല്ല. LDF സർക്കാരിന്റെ കാലത്തെ പോസ്റ്ററിൽ പോലും കൊടിക്കുന്നിലിന്റെ ചിത്രവും പേരും ഉൾപ്പെടുത്തിയിരുന്നു. മാവേലിക്കര ലോക്സഭയിലാണ് കുട്ടനാട് ഉൾപ്പെടുന്നത്. കടുത്ത അതൃപ്തിയിലാണ് MP. വള്ളംകളി ദിവസം വിട്ടുനിന്നേക്കും. നേരത്തെ KC വേണുഗോപാൽ MPയും മന്ത്രിമാരും നടത്തിയ കുട്ടനാട് സന്ദർശനത്തിലും കൊടിക്കുന്നിൽ പങ്കെടുത്തിരുന്നില്ല. പിന്നീട് ഒറ്റയ്ക്കായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MP കുട്ടനാട് സന്ദർശിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ അനധികൃത നിർമ്മാണങ്ങൾ അനുവദിക്കില്ലെന്ന് മേയർ VV രാജേഷ്. അനധികൃത നിർമ്മാണം നടത്തിയവർ തന്നെ അത് പൊളിച്ചു മാറ്റണമെന്നും ഇല്ലെങ്കിൽ കോർപ്പറേഷൻ ഇടപെട്ട് പൊളിച്ചു മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷ പരിപാടികൾ ഉണ്ടായിരുന്നതുകൊണ്ടാണ് വിഴിഞ്ഞം തുറമുഖത്തിലെ ഉദ്ഘാടനത്തിന് പോകാൻ സാധിക്കാത്തതെന്നും VV രാജേഷ് പ്രതികരിച്ചു. ഒരു കാരണവശാലും 1 സെന്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണം തിരുവനന്തപുരം സിറ്റിയിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിന് എത്ര പിടിപാടുള്ള ആളായാലും ശക്തമായ നടപടികൾ നേരിടും. കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണം നടക്കുന്നുവെന്നറിഞ്ഞിട്ട് അതിലിടപെടേണ്ട സ്പെഷ്യൽ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥ അവരുടെ ഉത്തരവാദിത്തം നിർവഹിച്ചില്ല എന്നുള്ള കാരണത്താൽ നടപടി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളും തുടരും. അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം.
അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇടപെടുകയും അത് പൊളിച്ചു മാറ്റുകയും ചെയ്യും. അതിൻ്റെ ചെലവ് കൂടി ഈ നിർമ്മാണം നടത്തിയവരിൽ നിന്ന് ഈടാക്കും. ഇതിനുവേണ്ടി സ്പെഷ്യൽ സമിതികൾ കോർപ്പറേഷൻ ഭരണസമിതി രൂപീകരിക്കും. ഓണാഘോഷത്തിൻ്റെ ഓണപരിപാടികൾ ഇപ്പോൾ തന്നെ മീറ്റിങ്ങുകൾ ഇടുന്നല്ലേ വന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവമില്ലേ, ജീവനക്കാർ ഇത്രയും സോണൽ ഓഫീസും പിന്നെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മന്ദിരത്തിലും ഉണ്ടായിരുന്നു ഓണാഘോഷം. അതിനു മുമ്പ് രാവിലെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. അങ്കമാലി ഏഴാറ്റുമുഖത്ത് വനം വകുപ്പ് സംഘത്തിന് നേരെ കാട്ടാന ആക്രമണം. രാവിലെ പതിവ് പെട്രോളിംഗ് നടത്തവേ അതിരപ്പള്ളി RRT സംഘത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പറയൻപാറ എലിച്ചാണി ഭാഗത്താണ് സംഭവം. അതുവഴി കടന്നുപോയ ടൂറിസ്റ്റുകൾ ആനയുടെ ഫോട്ടോ എടുക്കാൻ വാഹനം നിർത്തിയപ്പോൾ ആനയുടെ പുറകിൽ പെടുകയായിരുന്നു. ആനയുടെ ആക്രമണത്തിൽ നിന്നും ടൂറിസ്റ്റുകളെ രക്ഷിക്കുന്നതിന് ഇടയിലാണ് ആന RRT സംഘത്തിന് നേരെ തിരിഞ്ഞത്. 200 മീറ്ററോളം പിന്നോട്ടെടുത്ത വാഹനം കലിങ്കിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. സഞ്ചാരികൾ വിലക്ക് ലംഘിച്ച് അപകടം വിളിച്ചു വരുത്തുന്നത് ഇവിടെ പതിവാണ്. തൃശൂരിലെ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ധനസഹായം വിതരണം ചെയ്തു. സാങ്കേതിക കാരണങ്ങളാൽ മുടങ്ങിക്കിടന്ന ധനസഹായമാണ് സുരേഷ് ഗോപി വിതരണം ചെയ്തത്. 9 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപയാണ് നൽകിയത്. താൻ സന്തോഷത്തോടെയല്ല ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതെന്ന് സുരേഷ് ഗോപി പ്രതികരിച്ചു. പുലിക്കളി സംഘങ്ങൾക്ക് ധനസഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മുൻ ടൂറിസം സെക്രട്ടറിക്കെതിരെ സുരേഷ് ഗോപി രൂക്ഷ വിമർശനം ഉന്നയിച്ചു. നിരവധി തവണ താൻ മുൻ സെക്രട്ടറി ബിജുവിനെ വിളിച്ചെങ്കിലും പ്രതികരിച്ചില്ല. താൻ ചെയ്യാത്ത തെറ്റിന് രാഷ്ട്രീയത്തിന്റെ പേരിൽ അധമ പ്രവർത്തനം നടത്തി. വലിയ സന്തോഷത്തോടെയല്ല ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വലിയ തോതിലുള്ള ദുഃഖം, അതായത് ചെയ്യാത്ത തെറ്റിനും കുറ്റത്തിനും വെറും അധമ രാഷ്ട്രീയം ഉപയോഗിച്ച് മലിനപ്പെടുത്താൻ ശ്രമിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഉയർപ്പ് മാത്രമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോദിയുടെയും അമിത്ഷായുടെയും സുരേഷ് ഗോപിയുടെയും വീട്ടിൽ നിന്നല്ല ഈ ഫണ്ട് കൊടുക്കുന്നത്. ഇന്ത്യയുടെ ഫണ്ടാണ് കൊടുക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായാണ് പുലിക്കളി സംഘങ്ങൾക്ക് ഫണ്ട് അനുവദിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിൽ അന്ന് ഫണ്ട് കൊടുക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പ്രധാനമന്ത്രി നേരിട്ട് സൗത്ത് സോൺ കൾച്ചർ സെന്റർ വഴിയാണ് 1 ലക്ഷം രൂപ വെച്ചെന്നാണ് എൻ്റെ ഓർമ്മ കൊടുത്തു. ആ 1 ലക്ഷം രൂപ പോരാ എന്ന് നിശ്ചയിച്ച് 2-3 വർഷം ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നാണ് 50,000 രൂപ വെച്ച് ഓരോ ടീമിനും ഞാൻ കൊടുത്തത്. അപ്പോൾ ഈ പുലിക്കളി സംഘത്തോടും ആ സംസ്കാരത്തോടുമുള്ള പ്രണയം തുടങ്ങിയത് MP ആയതിനു ശേഷമല്ല. 9 സംഘങ്ങൾക്കായി 24 ലക്ഷം രൂപയാണ് കേന്ദ്രമന്ത്രി വിതരണം ചെയ്തത്. കേന്ദ്ര സർക്കാരിന്റെ ലോഗോ പ്രദർശിപ്പിക്കാത്തതുകൊണ്ടാണ് ഫണ്ട് മുടങ്ങിക്കിടന്നത്. കളക്ടർ ശിഖ സുരേന്ദ്രൻ, നിജി ജസ്റ്റിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, തൃശൂർ. മരണത്തിലേക്ക് നീങ്ങിയ 17-കാരിയുടെ ജീവൻ രക്ഷിച്ച പോലീസിന്റെ ധീര ഇടപെടൽ. മൊബൈൽ ഫോൺ ഉപയോഗിച്ചതിന് അമ്മ വഴക്കു പറഞ്ഞതിന് പിന്നാലെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച 17-കാരിയുടെ ജീവനാണ് പോലീസ് രക്ഷിച്ചത്. ചടയമംഗലം പോലീസ് സ്റ്റേഷനിലെ SI മനോജിന്റെയും ഹോം ഗാർഡ് ജ്യോതിയുടെയും സമയോചിത ഇടപെടലാണ് നിർണായകമായത്. അമ്മയുടെ സഹായ അഭ്യർത്ഥനയെ തുടർന്ന് ചടയമംഗലം പോലീസ് വീട്ടിലെത്തി. മുറിക്കുള്ളിൽ പെൺകുട്ടിയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ പോലീസ് സംഘം ഉടൻ വാതിൽ പൊളിച്ച് അകത്ത് കയറി. 7 മിനിറ്റോളം CPR നൽകിയതിനു പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചാണ് ജീവൻ രക്ഷിച്ചത്. ആലപ്പുഴയിൽ യുവമോർച്ച നേതാവ് പ്രതിയായ സ്വർണ്ണപ്പണയ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതി ശ്രീലകം ഫിനാൻസ് മാനേജർ ടിനു തമ്പാൻ അറസ്റ്റിൽ. കുർത്തിക്കാട് പോലീസാണ് പ്രതിയെ പിടികൂടിയത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി രാഹുൽ രാധാകൃഷ്ണൻ, സ്ഥാപനയുടമ രാധാകൃഷ്ണപിള്ള എന്നിവർ ഒളിവിലാണ്. 100 പവൻ സ്വർണം പ്രതികൾ തട്ടിയെടുത്തതായാണ് പോലീസിന്റെ നിഗമനം.